ലാൽ ജോസിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്ക്രിപ്റ്റ് എഴുതണു എന്നുള്ളതൊക്കെ ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആദ്യ ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി, ആ സിനിമ ഹിറ്റായി, ഇനി അടുത്ത് വീണ്ടും ലാലിന് വേണ്ടിയിട്ട് തന്നെ എഴുതണമെന്ന് പറയുന്നത് ആരെയൊക്കെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവും, അറിയില്ല. ബിബിൻ ചേട്ടൻ മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കണം. എന്നുവെച്ചാൽ എന്ത് പറ്റി, എന്താ ചിരിക്കണമെന്ന് വെച്ചപ്പോൾ ബിബിൻ ചേട്ടൻ പറഞ്ഞു, ലാലു ഇത് ഞാൻ നിന്നോട് പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെയുള്ള ഒരു ഭാര്യയാവും, പക്ഷെ ഇത് പറയാതിരിക്കാനും എനിക്ക് പറ്റണില്ല. പക്ഷെ ഇനി പടമൊക്കെ നന്നായിട്ട്, പടം എന്തായാലും ഹിറ്റാവും. പക്ഷെ എനിക്ക് ഒരു സീനിൽ, ആ ഇൻട്രോവൽ സീനിൽ അല്ലെങ്കിൽ വേണ്ട, അതെന്തിനാ എഴുതിയത്, ശ്രീനെ അങ്ങനെ എഴുതില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ശ്രീനേട്ടൻ ഞെട്ടിപ്പോയി. അയാളത് കൃത്യമായിട്ട് ആ വാക്ക്, അത് മാത്രമേ ആ സിനിമയിൽ കുഴപ്പമുള്ളൂ എന്നാ പറയണേ. ഞാൻ നല്ല കഥയായിരുന്നല്ലോ, അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ശ്രീനേട്ടന് ഇഷ്ടമായി എന്ന് പറഞ്ഞല്ലേ. അത് അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ എന്തോ അത് അങ്ങോട്ട് വർക്കാവണില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാഫ് ഞാൻ ഒന്ന് പറഞ്ഞ് കേട്ടിട്ട് അല്ല അത് വേണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെ ഞാൻ വീണ്ടും തകർന്നിട്ട് അവിടുന്ന് ഇറങ്ങി. ശ്രീനേട്ടൻ്റെ തിരക്കഥയുടെ ഒരു സ്ട്രെങ്ത് ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല. ക്ലൈമാക്സൊക്കെ തീരെ എഫക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞു. ശ്രീനേട്ടൻ ആകെ ക്ഷുഭിതനായി. അവരുടെ ഒരു സൗഹൃദ സദസ്സിൽ, വേറെയും സിനിമക്കാരുള്ള സൗഹൃദ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം അവനെൻ്റെ സിനിമ സ്ക്രിപ്റ്റ് നശിപ്പിച്ചു, ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരാണ്, അത് പോയി ഞാനിനി ആ സിനിമ ഡബ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഊട്ടിയിൽ പോയി ബാക്കി സീനുകൾ, സോങ്ങും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് പോയപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരു കാറിലാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഡ്രൈവർ സ്ഥിരമായിട്ട് നമ്മളെ ഡബ്ബിങ് തിയേറ്ററിൽ വന്നിരുന്ന ഒരു തമിഴനാണ്, വലിയ മീശയൊക്കെ ഉള്ള ഒരാൾ. ആളുടെ പേര് ഞാൻ മറന്നു, പക്ഷേ എനിക്കിപ്പോഴും മുഖം ഓർമ്മയുണ്ട്. അങ്ങനെ ഡബ്ബിങ് ഒരുവിധം എല്ലാം ശ്രീനേട്ടനൊഴികെ ബാക്കി ഒരുവിധം ഡബ്ബിങ് എല്ലാം പൂർത്തിയായി. സെക്കൻഡ് ഷെഡ്യൂൾ 4 ദിവസമാണ് ഊട്ടിയിൽ. അതിൽ ഒരു ദിവസം മമ്മൂക്ക വരണം, പിന്നെ കുട്ടികളും ദിവ്യ ഉണ്ണിയും ഒക്കെ ആയിട്ടുള്ള സോങ്ങിൻ്റെ പോർഷൻസും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു സോങ് റെക്കോർഡ് ചെയ്തിരുന്നു. ആ സോങ് ഭയങ്കര എക്സ്പെൻസീവ് ആകുമെന്നും പറഞ്ഞിട്ട് സിയാദ് വിദ്യാസാഗറുമായിട്ട് സംസാരിച്ചിട്ട് ആ സോങ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അതിൽ ചെറിയ വാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആകുമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിച്ചു. അങ്ങനെ വിദ്യാസാഗർ എന്നെ കൺവിൻസ് ചെയ്തു, ലാലു ഈ നമ്മുടെ സിനിമയ്ക്ക് ഇപ്പം ഇനി ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ അല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്താൽ മതി, നമുക്ക് നല്ല പാട്ട് തരാം, നിനക്ക് ആ പാട്ട് കേട്ടാൽ നിനക്ക് സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് മാറ്റി ആ സോങ്ങിൻ്റെ കാസറ്റുമായിട്ടാണ് ഞാൻ മദ്രാസിൽ നിന്ന് ഒരു എ സി ഒന്നും ഇല്ലാത്ത മദ്രാസിലെ ടൗണിൽ മാത്രം ഓടുന്ന ഒരു അംബാസഡർ കാറിൽ, ആ വലിയ മീശക്കാരൻ ഡ്രൈവറുടെ വണ്ടിയിൽ ഞാൻ ഊട്ടിയിലേക്ക് പുറപ്പെടുന്നത്. ഊട്ടിയിൽ ഞാൻ എത്തുന്നത് രാവിലെ 8:30-ക്കാണ്. അപ്പോൾ യൂണിറ്റൊക്കെ ലൊക്കേഷനിലേക്ക്, ഏതോ ഒരു ലൊക്കേഷനിലേക്ക് പോയിരിക്കുകയാണ്. ബിപിൻ മോഹൻ ചേട്ടൻ ക്യാമറാമാൻ, അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനവിടെ ചെന്ന് കയറി, ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ ബിപിൻ ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ശ്രീനേട്ടൻ ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞു, ആരും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞു. അപ്പോൾ ബിപിൻ ചേട്ടൻ പറഞ്ഞു, മൂപ്പര് ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ആൾക്കാർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഫീൽ ചെയ്തതായിരിക്കും, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബിപിൻ ചേട്ടൻ മാറി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കണം. എന്നുവെച്ചാൽ എന്ത് പറ്റി, എന്താ ചിരിക്കണമെന്ന് വെച്ചപ്പോൾ ബിപിൻ ചേട്ടൻ പറഞ്ഞു, ലാലു ഇത് ഞാൻ നിന്നോട് പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെയുള്ള ഒരു ഭാര്യയാവും, പക്ഷെ ഇത് പറയാതിരിക്കാനും എനിക്ക് പറ്റണില്ല. ആ മദ്രാസിൽ നിന്ന് വന്ന ഡ്രൈവർക്ക് ബിപിൻ ചേട്ടനും അറിയാം, അവർക്ക് പഴയ ആൾക്കാരാണ്. അപ്പോൾ ബിപിൻ ചേട്ടനോട് ആ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു പോലും, ബിപിൻ സാർ, ഞാൻ ഉങ്ങൾ ക്യാമറ പണിയാ இந்த படம் ஃபுல் பார்த்தேன் டப்பிங் தியேட்டரில், சூப்பராக படம் பார்த்தா அது நீங்கள் பண்ணிய மாதிரியே தெரியல, സിനിമ ബിപിൻ ചേട്ടൻ ആണ് ക്യാമറ എന്ന് വിശ്വസിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇപ്പോൾ ബിപിൻ ചേട്ടൻ പറയാം, എനിക്ക് തന്നെയുള്ള ഭാര്യയാണത്, പക്ഷേ അതിൽ നിനക്കുള്ളൊരു അഭിനന്ദനമുണ്ട്, നീ നേരത്തെ പറഞ്ഞില്ലേ ശ്രീനേട്ടനൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് നീ നശിപ്പിച്ചു എന്ന്, പക്ഷെ അങ്ങനെയല്ല, ഇത് ഇയാൾക്കൊന്നും അറിയില്ല, ഇയാളൊരു തമിഴനാണ്, അയാൾക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നു, ഡബ്ബിങ് തിയേറ്ററിൽ കഷ്ണമായി കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടമായിരിക്കുന്നു, അപ്പോൾ സിനിമ എന്തായാലും ഹിറ്റാവും, നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അപ്പൊക്കെ ശ്രീനേട്ടനോട് ഒരു മനസ്സിലൊരു വല്ലാത്ത വിഷമം എനിക്കുണ്ടായിരുന്നു. ആ സിനിമയുടെ ബാക്കി ആ 4 ദിവസത്തെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു, തിരിച്ചു വന്നു.
ശ്രീനേട്ടൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, ചിന്താവിഷ്ടയായ ശ്യാമളയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡബിങ്ങിന് വരുന്നില്ല. ബാക്കി പണികൾ ഇപ്പോൾ പുതിയതെല്ലാം ആഡ് ചെയ്തു. അതുകൂടി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവസാനം സിയാദിക്കും എല്ലാവരും പറഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു അദ്ദേഹം വന്നു. ഡബ് ചെയ്തപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. അദ്ദേഹം ഫുൾ ഡബ് ചെയ്തു. ഈ ക്ലൈമാക്സ് സീനൊക്കെ അദ്ദേഹം ഇരുന്നിട്ട് കണ്ടു, ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നോട്. ട്രിമ്മിങ് കഴിഞ്ഞു, എൻ്റെ റീ റെക്കോർഡിങ് കഴിഞ്ഞു, മിക്സിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ശ്രീനേട്ടനോട് പറഞ്ഞു, ശ്രീനേട്ടൻ അപ്പം ചെന്നൈയിൽ എന്തിനാ വന്നപ്പോൾ ഞാൻ കാണാൻ പോയപ്പോൾ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഇൻ്റർവെൽ സീനിൽ ഞാൻ എഴുതിയ ഡയലോഗ് നീ മാറ്റിയിട്ട് വേറൊരു ഡയലോഗാണ് പറയിപ്പിച്ചിരിക്കുന്നത്. ഞാനത് കണ്ടു, പക്ഷെ അതെനിക്ക് അത് ചെയ്തത് ശരിയായില്ല. നിൻ്റെ ആദ്യത്തെ സിനിമയല്ലേ, ഞാൻ എഴുതിയൊരു സീൻ മാറ്റിയിട്ട് വേറൊന്ന് എഴുതി ചെയ്യുക എന്ന് പറയുന്നത് തെറ്റല്ലേ. മാത്രമല്ല ആ ഡയലോഗ് അതിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഒരിക്കലും എഴുതില്ല ആ ഒരു വാക്ക്. അപ്പോൾ അത് ഗ്രാമാറ്റിക്കലി അല്ല, തിരക്കഥയുടെ വ്യാകരണത്തിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു ഘടിപ്പിക്കുന്ന ഒരു വാക്ക് വരാൻ പാടില്ല. അപ്പം ഞാൻ ആ സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, മമ്മൂക്ക ഇൻ്റർവെല്ലിന് മുമ്പുള്ളൊരു ഫൈറ്റ് ഉണ്ട് ബാബുരാജായിട്ട്. ബാബുരാജിനെ ഒക്കെ അടിച്ച് ഓടിച്ചതിന് ശേഷം മമ്മൂക്ക വന്നിട്ട് ദിവ്യ ഉണ്ണിയോട് പറയും, പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പോലെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ താഴെ വീണ പൊട്ടിപ്പോവും. അല്ലെങ്കിൽ വേണ്ട പെണ്ണേ, ഈ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ, കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ എന്ന് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. എൻ്റെ ഡയലോഗൊന്നും നല്ലത്, അത് ഞങ്ങൾ സ്റ്റോറി ഡിസ്കഷൻ സമയത്ത് ശ്രീനേട്ടൻ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുള്ള, ഈ പെൺകുട്ടികളുടെ ജീവിതത്തിലെ കോഴിമുട്ടയോട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ്. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു വിട്ടപ്പോൾ അതിൽ പുള്ളി ആ ഡയലോഗിന് പകരം വളരെ ലെങ്തി ആയിട്ടുള്ള, സാധാരണ ഒരു പെൺകുട്ടിയെ ഒരു മുതിർന്ന ആൾ ഉപദേശിക്കുന്ന പോലെ ഉള്ള ഒരു ഉപദേശമാണ്, കുറച്ച് ലെങ്ത് വരുന്നത്. അപ്പോൾ ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂറിനടുത്ത് ഫസ്റ്റ് ഹാഫ് വരും. അപ്പോൾ ഫൈറ്റും കഴിഞ്ഞിട്ട് പിന്നെ അത്രയും പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അവിടെ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനിക്കണം, സീൻ അവസാനിക്കണം. അപ്പോൾ മമ്മൂക്കയും പറഞ്ഞു അത് ലെങ്ത് കൂടുതലാണ് ആ ഡയലോഗ്, അത്രയും അവിടെ പറഞ്ഞാൽ നിൽക്കില്ല, ഇത്രയും ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത്രയും ഡയലോഗ് നിൽക്കില്ല. അപ്പം ഞാൻ ഇത് എഴുതി കൊണ്ടുവന്നിട്ട് മമ്മൂക്കനെ കാണിച്ചു. ഇതായിരുന്നു ഞങ്ങൾ ഡിസ്കഷൻ സമയത്ത് ഈ സീനിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ശ്രീനേട്ടൻ തന്നെ പറഞ്ഞ ഡയലോഗാണ്. ഇത് മാത്രം മതിയാവും ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ മമ്മൂക്കൊക്കെ തോന്നണമെന്ന് ഞാൻ അഭിപ്രായം സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ നമുക്ക് വായിച്ചിട്ട് ഇത് കലക്കും, ഇത് നല്ല രസമുണ്ട്, ഇത് മതി, എന്തിനാ ഈ മറ്റത് മുഴുവൻ പറയാം, അതിൽ തമാശയില്ല, ഇതിൽ തമാശയുണ്ട്, ഇയാളുടെ ക്യാരക്ടറും പോകാണ്ട് ഉണ്ട്, അപ്പോൾ ഇത് മതി. അപ്പോൾ ഞാൻ ശ്രീനേട്ടൻ എന്തെങ്കിലും, അപ്പോൾ നമുക്ക് പറഞ്ഞു അത് ഞാൻ ശ്രീനോട് പറഞ്ഞോളാം, ഇത് അവൻ്റെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അഭിനയിച്ച് അതാണ് ഇപ്പോൾ സിനിമയിലുള്ളത്. അപ്പോൾ അതിനിടയിൽ ശ്രീനേട്ടന് അതായിരുന്നില്ല പ്രശ്നം. ആ ഡയലോഗിന് മുൻപ് വേറൊരു ചെറിയ ഡയലോഗുണ്ട്. ആ ഡയലോഗിന് ഈ ഡയലോഗിനെയും കണക്ട് ചെയ്യാൻ എൻ്റെ ഒരു പരിചയക്കുറവുണ്ടല്ലോ, ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്നല്ല, അല്ലെങ്കിൽ വേണ്ട എന്നൊരു വാക്ക് അതിനിടയിൽ പറഞ്ഞിട്ടാണ് ഈ ഡയലോഗിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് ശ്രീനേട്ടനെ ചൊടിപ്പിച്ച വാക്ക്. അപ്പോൾ അത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന്, എന്നിട്ട് പറഞ്ഞു മമ്മൂക്കൊക്കെ പറഞ്ഞു അവനെ നിൻ്റെ ഡയലോഗൊക്കെ മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ, തമാശയായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അത് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾക്കിടയിൽ ഒരു വലിയ മഞ്ഞുമല ഉണ്ടാക്കി ആ സംഭവം. അതും പറഞ്ഞ് അദ്ദേഹം പോയി. അതിന് കട്ട് ചെയ്യാനും പറ്റില്ല, സിംഗിൾ ഷോട്ടാണ്, അതിൻ്റെ ഇടയിൽ നിന്ന് അത് ട്രിം ചെയ്യാനും പറ്റില്ല. അങ്ങനെ തന്നെ സിനിമയായി. ഫുൾ റീ റെക്കോർഡിങ്ങും എഫക്ട്സും മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് കോപ്പി എന്ന് പറയും, ആദ്യമായിട്ട് ആ കോപ്പി കാണാൻ വേണ്ടി നമ്മൾ ആൾക്കാർ മദ്രാസിൽ അങ്ങനെ ഫസ്റ്റ് കോപ്പി പ്രിവ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിനിമയിൽ നിന്നുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിക്കും. അങ്ങനെ കുറേ എൻ്റെ അവിടെ പരിചയമുള്ള സുഹൃത്തുക്കളെ ആൾക്കാർ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെ കുറേ പേരെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശ്രീനേട്ടൻ്റെ ശ്യാമളയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പടം കഴിഞ്ഞിറങ്ങി. അപ്പോൾ എനിക്ക് അയാൾ നല്ല വിശ്വാസമുള്ള ആളാണ്, അയാൾ നല്ല സിനിമയെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണ്, ശ്രീനേട്ടനായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. അപ്പം ഞാൻ അയാളോട് പടം കണ്ടിറങ്ങിയിട്ട് ഇടാ കലക്കി ഇത് സൂപ്പർ ഹിറ്റാണ്, ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ആ ഇൻ്റർവെൽ സീനിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയോ ഡയലോഗ്സിൽ? ഇല്ല, അത് ഉഗ്രനല്ല, മുട്ടയുടെ ഡയലോഗൊക്കെ കലക്കി. അപ്പം ഞാൻ പറഞ്ഞ അതിൽ അല്ലെങ്കിൽ വേണ്ട എന്ന ഇടയിലൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കല്ലുകടിയായിട്ട് തോന്നി. എന്തിന്? ഇല്ല. അല്ല, ശ്രീനേട്ടൻ ആ സീൻ കണ്ടിട്ട് അത് അല്ലെങ്കിൽ വേണ്ടെന്ന് അവിടെ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി എന്ന് എന്നോട് പറഞ്ഞു. അതിൽ പിണങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഇയാൾ പറഞ്ഞു ശ്രീനിക്ക് വട്ടാണ്, ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ആ സിനിമ മൊത്തം എൻജോയ് ചെയ്തു, നമുക്ക് ഇഷ്ടമായി സിനിമ. ആ ഇൻ്റർവെല്ലിന് എല്ലാവരും കൈയടിച്ചിട്ടല്ല എഴുന്നേറ്റ് പോയത്, നീ കണ്ടതല്ലേ? ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു പ്രശ്നവും അല്ല. അത് ശ്രീനി എഴുതിയതുകൊണ്ട് ശ്രീനിക്ക് തോന്നുന്നതാണ്. ശ്രീനി എഴുതാത്ത ഒരു സാധനം വന്നതിൻ്റെ ഒരു വിഷമമാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഞാൻ പറഞ്ഞോളാം ശ്രീനിയോട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത്. അങ്ങനെ സിനിമ റിലീസായി, സിനിമ ഭയങ്കര ഹിറ്റായി. അപ്പം ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു 83-ാം ദിവസം ഈ സിനിമ എറണാകുളം മൈമൂണിൽ കളിക്കുമ്പോൾ ശ്രീനിയേട്ടനും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു പ്രൊഡ്യൂസറും എറണാകുളത്ത് വന്നു. ഞങ്ങൾ പണ്ട് അവിടെ ഇരുന്ന ഓൺലൈൻ എഴുതാൻ വേണ്ടി ഇരുന്ന ഗ്രാൻഡ് ഹോട്ടലിൽ അവർ വന്ന് താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, പക്ഷേ 83 ദിവസമായിട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പം ഞാൻ ശ്രീനേട്ടന് ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ശ്രീനേട്ടൻ നമ്മുടെ സിനിമ 83-ാം ദിവസം ഓടുകയാണ്. ശ്രീനേട്ടൻ ഇതുവരെ പടം കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ 2 ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, കൂടെയുള്ള സുഹൃത്തും ശ്രീനേട്ടനും കൂടിയിട്ട് ഇന്നൊന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകണം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ശ്രീനേട്ടൻ ചിരിച്ചിട്ട് വരാൻ കാണാം എന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് മൈമൂണിൽ പോയിട്ട് സിനിമ കണ്ടു. ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ആ ഹോട്ടലിൽ തന്നെ ലോബിയിലിരുന്നു. ശ്രീനേട്ടൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് തോന്നി കണ്ടിട്ട്. അപ്പം ശ്രീനേട്ടൻ പറഞ്ഞു സിനിമ നന്നായിട്ടുണ്ട്, ആളുകളൊക്കെ നന്നായി ചിരിക്കുന്നുണ്ട്, പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയത് നമുക്ക് മനസ്സിലായി, പക്ഷെ വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇതുമായി ബന്ധമില്ലാത്ത ആരെങ്കിലും ഒരാൾക്ക് ആ തെറ്റ് മനസ്സിലായാൽ അത് തെറ്റായിട്ട് തന്നെ കിടക്കും എന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായി അത് ആ വാക്കിൻ്റെ പ്രശ്നമാണ്. ആ ഒരാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അയാളത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാനാണ് അയാളോട് അത് പറഞ്ഞത്. അപ്പം ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞു, ശ്രീനേട്ടൻ അയാളുടെ പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞു, ആ ഒരാൾ ആണെങ്കിൽ ശ്രീനേട്ടൻ വിഷമിക്കേണ്ട, ആ ഒരാൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എങ്കിൽ വിഷമിക്കേണ്ട, ആ ഒരാൾ ആരാണെന്ന് എനിക്കറിയാം, അത് ഇന്ന ആളല്ലേ എന്ന്. അപ്പോൾ ശ്രീനേട്ടൻ ഞെട്ടിപ്പോയി. അതെങ്ങനെ നിനക്കറിയാം? അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? ഞാൻ കാരണം ഞാനാണ് അത് അയാളോട് പറഞ്ഞത്. ശ്രീനേട്ടന് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി, നിങ്ങൾക്കത് മനസ്സിലായോന്ന് ഞാനാണ് അയാളോട് ചോദിച്ചത്. ശ്രീനേട്ടൻ കുറേ നേരം തലയ്ക്കും കൈയും കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ദേഷ്യത്തിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ഒരു പ്രധാന കാരണം അയാൾ ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് ശ്രീനേട്ടനോട് പറഞ്ഞു, ശ്രീനി ഈ പടമൊക്കെ നന്നായിട്ടുണ്ട്, പടം എന്തായാലും ഹിറ്റാവും. പക്ഷെ എനിക്ക് ഒരു സീനിൽ, ആ ഇൻട്രോവൽ സീനിൽ അല്ലെങ്കിൽ വേണ്ട, അതെന്തിനാണ് എഴുതിയത്? ശ്രീനി അങ്ങനെ എഴുതില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ശ്രീനേട്ടൻ ഞെട്ടിപ്പോയി. അയാളത് കൃത്യമായിട്ട് ആ വാക്ക്, അത് മാത്രമേ ആ സിനിമയിൽ കുഴപ്പമുള്ളൂ എന്നാണ് പറയണത്. അപ്പം ഞാൻ ശ്രീനേട്ടന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ആ ഒരു വാക്ക് മാത്രം ഒരു സിനിമയിൽ നിന്ന് ഒരാൾ പറയണമെങ്കിൽ അത് ഇതിനുള്ളിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടല്ലാതെ അത് ശ്രദ്ധിക്കുന്ന പ്രശ്നമില്ല. ശ്രീനേട്ടൻ ഇപ്പം മനസ്സിലായില്ലേ, ഞാനാണ് ആ പറഞ്ഞത്, ഞാൻ അയാളോട് പറഞ്ഞതാണ്. ശ്രീനേട്ടൻ കുറേ തലയിൽ കൈ വെച്ചിരുന്നു. എന്നിട്ട് സോറി അത് വിട്ടേക്കാൻ നമുക്ക്, പക്ഷെ എന്നാലും അയാൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വിട്ടേക്കാം, അയാൾ തൽക്കാലം ശ്രീനേട്ടനൊന്ന് ഇമ്പ്രസ് ചെയ്യാനും അയാൾ വളരെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് അയാളുടെ ഒരു ചെറിയ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നമ്മളെ രണ്ടുപേരും തമ്മിൽ ഇത്രയും ഈ 83 ദിവസത്തെ അകലം നമ്മൾ തമ്മിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തമാശ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു കഥ ആലോചിക്കുന്നുണ്ട്, അത് ഇങ്ങനെയാണ് ആ കഥയുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനേട്ടനത് ഭയങ്കര ഇഷ്ടമായി. ചിലപ്പോൾ അത് ഈ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ്. അപ്പോൾ അത് കേട്ടോണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു കഥയെ നിനക്ക് കിട്ടിയില്ലല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ നല്ലത് വേറൊരു ചെറുകഥയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്, ഇത് ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം മറവത്തൂർ കനവിന് ശേഷം, അത് ഹിറ്റായതിനു ശേഷം ശ്രീനിവാസനും ലാൽ ജോസും വീണ്ടും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരും, അത് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അതിൻ്റെ അതിനകത്ത് പറഞ്ഞു ഞാനിങ്ങനെ കമലിൻ്റെ പടത്തിന് പോവുകയാണ്, അയാൾ കഥ എഴുതുകയാണുള്ള അതിൻ്റെ എഴുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന് പോവുകയാണ്, നീ ഇതൊറ്റയ്ക്ക് ഒരു 1 ലൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി. ഇപ്പോൾ ഏതാണ്ട് പണി സൂത്രം മനസ്സിലായില്ലേ
അപ്പോൾ ഒന്ന് എഴുത്, ഒരു 1 ലൈൻ എഴുത്, എന്നിട്ട് റെഡി ആകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ കേട്ടിട്ട് വേണ്ട കറക്ഷൻസ് പറയാം, എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ പിന്നെ എഴുതിക്കോളാം എന്ന്. അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് ഇൻ്റർവെല് വരെ ഒരു 1 ലൈൻ ഞാൻ ഉണ്ടാക്കിയിട്ട് ആയപ്പോൾ ഇത് നേരിട്ട് അദ്ദേഹത്തിനെ കണ്ട് പറഞ്ഞിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം അത് വായിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായി. ശ്രീനേട്ടൻ പറഞ്ഞത് ഇത് നന്നായിട്ടുണ്ട്, ഇതിൽ മാറ്റങ്ങൾ വേണം, അത് ഞാൻ എഴുതുമ്പോൾ ഞാൻ ചെയ്തോളാം, നീ സെക്കൻഡ് ഹാഫ് കൂടി വർക്ക് ചെയ്യുക എന്നിട്ട് വാ. അദ്ദേഹം ആ സിനിമ കഴിഞ്ഞ് വന്നു. ഞാനിതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു എന്നാലാവുന്ന വിധം, അതിൽ പക്ഷെ അവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എന്നാലാവുന്ന വിധത്തിലൊരു ഓർഡറൊക്കെ ഉണ്ടാക്കിയിട്ട് ശ്രീനേട്ടനെ കാണാൻ ചെന്നപ്പോൾ ശ്രീനേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാനന്ന്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞാൽ പറഞ്ഞിരുന്നു, പക്ഷെ അതിന് നമുക്ക് കഥയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ല കഥയായിരുന്നല്ലോ, അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ശ്രീനേട്ടന് ഇഷ്ടമായി എന്ന് പറഞ്ഞല്ലേ. അത് അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ എന്തോ അത് അങ്ങോട്ട് വർക്കാവണില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാഫ് ഞാൻ ഒന്ന് പറഞ്ഞ് കേട്ടിട്ട് അല്ല അത് വേണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെ ഞാൻ വീണ്ടും തകർന്നിട്ട് അവിടുന്ന് ഇറങ്ങി. അതെന്താ എൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. ഈ സിനിമകളുടെ സെറ്റിൽ വീണ്ടും ലാൽ ജോസിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്നുള്ളതൊക്കെ ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആദ്യം ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി, ആ സിനിമ ഹിറ്റായി, ഇനി അടുത്ത് വീണ്ടും ലാലിന് വേണ്ടിയിട്ട് തന്നെ എഴുതണമെന്ന് പറയുന്നത് ആരെയൊക്കെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടാവും, അറിയില്ല. എന്തായാലും അദ്ദേഹം ഒരു സഡൻ വിഡ്രോവൽ അതൊന്ന് നടത്തി. ഞാൻ എന്നിട്ട് പിന്നെ ആ കഥ തന്നെ ഉപേക്ഷിച്ചു. അത് ശ്രീനേട്ടൻ എഴുതിയാൽ നന്നാവുമായിരുന്ന ഒരു കഥയായിരുന്നു. അത് കഥ ഉപേക്ഷിച്ച് അത് കഴിഞ്ഞ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന കഥയുമായിട്ട് ബാബു ജനാർദ്ദനൻ സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ പോയി. പിന്നെ ഞാൻ ഈ വഴിയിലേക്ക് വന്നിട്ടില്ല, കാരണം ഇത് എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കഴിഞ്ഞു, 2ാം ഭാവം പുതിയ റൈറ്റർ വന്നു, രഞ്ജൻ പ്രമോദ്. അത് കഴിഞ്ഞ് രഞ്ജൻ പ്രമോദുമായിട്ട് തന്നെ മീശമാധവൻ ചെയ്തു, മീശമാധവൻ സക്സസ് ആയി. അത് കഴിഞ്ഞ് റജി നായർ എന്ന് പറഞ്ഞ പുതിയൊരാൾ പട്ടാളം എഴുതി, മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് രസികൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, ബെന്നി പി നായരമ്പലം എഴുതിയിട്ട് ചാന്തുവട്ട് ചെയ്തു, ബാബു ജനാർദ്ദനൻ തന്നെ എഴുതിയിട്ട് അച്ഛനുറങ്ങാത്ത വീട് ചെയ്തു, സലീം കുമാറിനെ നായകനാക്കി. അങ്ങനെ എൻ്റെ കരിയർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇക്ബാൽ എന്നെ വിളിച്ചു, ഇക്ബാൽ കുറ്റിപ്പുറം ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കഥയുടെ ആശയം എൻ്റെ മനസ്സിലുണ്ട്, അത് ലാലു ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇക്ബാൽ ഞാനും നേരത്തെ പരിചയക്കാരാണ്. അപ്പം ഞാനത് ശ്രീനിവേട്ടനോട് പറഞ്ഞിട്ട് ശ്രീനേട്ടൻ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലാലുവിനെയാണ് മനസ്സിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീനേട്ടൻ ഞാൻ അവനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടൻ ഇപ്പോൾ നാട്ടിലുണ്ട്, ഒന്ന് പറ്റിയാൽ വിളിച്ചിട്ടൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയോ കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീനേട്ടനെ കാണാൻ പോവുകയാണ്. ശ്രീനേട്ടൻ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നല്ല ഫംഗ്ഷനിലൊക്കെ വെച്ച് കാണും, ശരിക്കും വിഷ് ചെയ്യും എന്നല്ലാതെ യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ ഈ അറബിക്കഥയുടെ കഥ അദ്ദേഹമാണ് ആദ്യം എന്നോട് പറയുന്നത്. ഇത് ഇക്ബാൽ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം കേട്ട കഥ എനിക്ക് പറഞ്ഞു. നിനക്ക് എന്താ തോന്നണമെന്ന് ചോദിച്ചു. എനിക്ക് സന്തോഷമാണ്, എനിക്കിഷ്ടമായി എന്നാണ്. അങ്ങനെ ഞാനും ഇക്ബാലും കഥ എഴുതി. ഇക്ബാൽ എഴുതുന്നു, ഞാൻ ഡിസ്കഷന് വേണ്ടിയിട്ട് ദുബായിലേക്ക് പോവുകയും പിന്നെ അതൊരു വലിയ ദീർഘകാല ബന്ധത്തിലേക്ക് വളരുകയൊക്കെ ചെയ്തു. ശ്രീനേട്ടനപ്പോൾ ഞങ്ങളുടെ ഒരു മെൻറ്ററായിട്ട് നമ്മളുടെ കൂടെ ആ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആരാണെന്നൊന്നും അപ്പം ആലോചിച്ചിരുന്നില്ല. ഇക്ബാലിൻ്റെ ചിലവിലാണ് ദുബായിൽ പോയി ഇരുന്നിട്ട് എഴുതുന്നതും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. അപ്പം ശ്രീനേട്ടനാണ് ഹുസൈൻ എന്ന് പറയുന്ന സൈനലാബ്ദീൻ എന്ന് ശരിക്കും പേരുള്ള ഹുസൈൻ എന്ന് വിളിക്കുന്ന ആളെ, അദ്ദേഹം ഖത്തറിലൊരു വ്യവസായിയാണ്, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. ശ്രീനേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീനേട്ടനെ കൊണ്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യിച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കണ്ട് ഡാൻസൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ്. ഇപ്പം ശ്രീനേട്ടൻ പറഞ്ഞു, തൽക്കാലം അതൊക്കെ നടക്കാൻ ഒക്കെ എപ്പോൾ നടക്കുന്നതെന്നും അറിയില്ല, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ കഥ ഇഷ്ടമായി. അങ്ങനെ അറബിക്കഥ ഉണ്ടാവാൻ എല്ലാം കൊണ്ടും കാരണമായത് ശ്രീനേട്ടനാണ്. ശ്രീനേട്ടൻ എന്നാ കഥ ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ശ്രീനേട്ടൻ എന്നാ പ്രൊഡ്യൂസറെ തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താനും ബുദ്ധിമുട്ടിലായാണ്. അങ്ങനെ അറബിക്കഥയുടെ ഷൂട്ടിംഗ് ദുബായിലായിരുന്നു. അപ്പോഴത്തെ ഒരുപാട് തമാശകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അതിന് പിന്നെ ഒരിക്കലാവും.